നമ്മൾ ഇന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വന്ന് ഋഷിക്കിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കണം. പെരലിശ്ശേരിയാണ് പോകുന്നത്. അവിടെ ഒരു സ്റ്റുഡിയോയിലും അടിയിലായിട്ട് അന്ന് എടുക്കാമെന്ന് പറഞ്ഞത്. വേഗം പോവാം, 3:30 എത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ ലൈറ്റെല്ലാം പോകും, വേറെ ഇനി ഇവനെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കാനുള്ള പാട് എങ്ങനെയാണെന്നൊന്നും ശരിക്കും ഇന്ന് കാണാം. നമുക്ക് കുഞ്ഞു കുട്ടികളെ കൊണ്ട് എങ്ങനെ ഫോട്ടോ എടുപ്പിക്കും, എങ്ങനെ എത്തിക്കും. ചെറുപ്പത്തിലും കുറവുണ്ടോ മറ്റേ ഫോട്ടോ എടുക്കുന്ന സമയത്ത്? അതെ, അന്നേരം അനങ്ങൂലല്ല, കടന്നെടുത്തല്ലേ ഉണ്ടാവും. അവർക്ക് ഇങ്ങനെ പൊതിഞ്ഞു കൊടുത്താൽ സുഖത്തിൽ ഉറങ്ങും. ഇപ്പൊ പായുന്ന സമയല്ലേ, എങ്ങനെ ഇവരെ പിടിച്ച പോയി നിർത്തിച്ചിട്ട് ഫോട്ടോ എടുക്കുന്നില്ല. ഞാനിങ്ങനെ കൺഫ്യൂഷൻ ആയിട്ടില്ല. അവർക്ക് ഇതുപോലെ എത്ര കുട്ടികളെ ഫോട്ടോ എടുത്ത് ശീലം ഉണ്ടാവും. അതുകൊണ്ട് പറയാൻ കഴിയില്ല. പിന്നെ ആൺകുട്ടികൾ പ്രത്യേകത കുർത്തക്കട് കൂടുതലാണ്. ഒന്ന് രണ്ട് പുഴേൻ്റെ അടിക്കെല്ലാം കാണിച്ചത് നമ്മൾ പറഞ്ഞ ആടെയൊന്നും പറ്റില്ല, ഇവൻ നിൽക്കൂലെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവൻ്റെ സ്റ്റുഡിയോ തന്നെ ആക്കിയിട്ടുണ്ട്. സ്റ്റുഡിയോയിലും അതുപോലെ തന്നെ അടിയിലെ പെരലിശ്ശേരി അമ്പലത്തിൻ്റെ സൈഡിലേടിയാണ്. കറക്റ്റ് സ്ഥലറിയില്ല. നമുക്ക് അതിൽ ഇറങ്ങാം, നമുക്ക് വേഗം ഇറങ്ങാം. എന്നാൽ ഡ്രസ്സെല്ലാം നമ്മളിന്നെല്ലാം മേടിച്ചിട്ട് പാക്കറ്റ് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ വെച്ചിട്ടുണ്ട്. എന്താ ഇതിൻ്റെ തൻ്റെ ഒരു ഷർട്ടും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡ്രസ്സ് ഇങ്ങനെ കുറച്ച് ഇതിൻ്റെ അകത്ത് ഉണ്ട് വെച്ചിട്ട് അങ്ങ് പോയിട്ട് നമുക്ക് മാറ്റാം. നമുക്ക് ഷോയിലെത്തിടാം. അമ്മ റെഡിയാക്കാം. അപ്പൊ ഞാനും കൂടെ പോകുന്നു മക്കളപ്പുരം. ഇവിടെ ഇങ്ങനെ ഒറ്റക്ക് ഇരിക്കട്ടല്ല, കുട്ടികളപ്പുരം പോയാ സമയം അങ്ങ് കൂടും. അല്ല പിന്നെ അവര് വരുമ്പം അതന്നെ. നീ എന്തിനാണ് എത്ര മൊഞ്ചനായിട്ട് ഒരുങ്ങി? ഓന് കുറഞ്ഞു കൊടുക്കൂല വെച്ചിട്ടാണ്. ഏട്ടനല്ലേ, ഏട്ടനെ ഒന്ന് ആദ്യം ശ്രദ്ധിക്കുക അല്ലേ? അച്ഛനെ ആദ്യം ശ്രദ്ധിക്കുക, അതിന് ശേഷം അമ്മേനെയാണ് ആദ്യം. കുറച്ച് ഉറങ്ങി എണീച്ചാലേ നല്ല ഒരു തെളിച്ചം ഉണ്ടാവും. അന്നേരം ഫോട്ടോ എടുക്കുമ്പോൾ കുറച്ച് ചിരിയും കളിയെല്ലാം വരും. അപ്പോൾ നമുക്ക് പോവാം, അടിപൊളി ഫോട്ടോഷൂട്ട് കാണാം. നമ്മളങ്ങനെ പെരലിശ്ശേരി അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. കറക്റ്റ് നമ്മൾ പെരലിശ്ശേരി അമ്പലത്തിലെത്തി. അപ്പോൾ അവിടെ എണീക്കുകയും ചെയ്തു. വീട്ടിൽ നിന്നേ ഉറങ്ങിയതാന്ന്. പക്ഷേ ഒരാൾ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ ആള് ഇവിടെ ഉറങ്ങിയിട്ടുണ്ട്. മോനെ നമുക്ക് ഫോട്ടോ എടുക്കാമല്ലോ. ഇതുപോലെ നിന്നു കൊടുക്കണേ, ഇതുപോലെ നിന്നു കൊടുക്കണേ. നിൽക്കൂലേ? അച്ഛൻ വീഡിയോ എടുക്കുമ്പോൾ നിൽക്കല്ലേ, അതുപോലെ നിൽക്കണേ. അങ്ങനെ പറയുന്നുണ്ട്, നോക്കാം. ഇന്ന് ഉജ്ജ്വല പ്രകടനം കാണാം. ഉജ്ജ്വലാണ് കേട്ടോ പുള്ളിന്റെ പേര്, നമ്മളെ ക്യാമറമാൻ വീഡിയോ ചെയ്ത്. അപ്പൊ പുള്ളിന്റെ ഉജ്ജ്വല പ്രകടനം ഇന്ന് നമുക്ക് കാണാം. എത്തിക്കണിച്ചാടാ സ്കൂളിൽ പോയതല്ലേ രാവിലെ, ഇപ്പൊ കാണുന്ന ഏട്ടനെ. അച്ഛനെടുക്കണ നമുക്ക് പഴം മേടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് വഴിക്കുന്നത്. അപ്പം നമ്മളങ്ങനെ എന്താ പെരലിശ്ശേരി അമ്പലം നമുക്ക് കുറച്ച് എന്ത് തിരിച്ചു വരുമ്പോൾ വരാം കേട്ടോ. ഹായ്, എൻ്റെ പേരെന്താ? ശരത്ത്. ഉജ്ജ്വൽ, ഇതാ നമ്മൾ ഉജ്ജ്വൽ. നമ്മളെ വെഡിങ് അനുസരിച്ച് ഹോട്ടലിൽ എടുത്തിട്ട് കണ്ടിട്ടുണ്ടാവും എല്ലാവരും. ഉജ്ജ്വൽ എന്തിൻ്റെ പറയുക വിശേഷങ്ങൾ? ഉജ്ജ്വല നമ്മളെ അടുത്തേക്ക് വിളിച്ച് നമ്മൾ എടുത്തി കേട്ടാ. ആദ്യം എവിടെയാണ് നമ്മൾ പ്ലാൻ ചെയ്തേ? ഇരിട്ടിക്ക് പ്ലാൻ ചെയ്തു. അമ്പലത്തിന്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണല്ലോ കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഫോട്ടോഷൂട്ട് എടുക്കുന്ന സ്ഥലത്ത് എത്തിയാട്ടാ. അപ്പോൾ അവരെന്തെല്ലോ സെറ്റാക്കുന്നുണ്ട് അപ്പുറത്തിന്. അതുവരെ നമ്മൾ ഇടുന്ന എന്തെല്ലോ സെറ്റാക്കാനുള്ള ഉദ്ദേശത്തിലാണ്. ഇപ്പൊ നല്ല മൂഡിലെ പുള്ളിക്കാരനുള്ളത്. ഈ സമയത്താണെങ്കിൽ വണ്ടിയെല്ലാം റെഡി ആയിട്ടതാ. അതിപ്പോ ഫോട്ടോ എടുക്കാനാകുമ്പോഴത്തേക്ക് പൊളിക്കുവാ. ഒരു പെടൽ പെടും. ഓനെ ചിരിപ്പിക്കാൻ വേണ്ടി കളിക്കും. ഓനെ ഏതെല്ലോ ശ്രദ്ധയിലാണുള്ളത്. ചാടി വീണെടുത്തേ കിട്ടൂല. ഓടി പിടിച്ചോ, പോയിട്ടാ എടുക്കാൻ വരാൻ സാധ്യതയുണ്ട്. എല്ലാം കൊളാക്കുന്ന ഉജ്ജ്വലെ. വാ 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 വാ. അപ്പൊ ഇടാന്ന് പറഞ്ഞാൽ കൊറേ സംഭവം ഉണ്ടേ. കുട്ടി കളിക്കേണ്ട കൊറേ വണ്ടി
ഇങ്ങനത്തെ വണ്ടികള് കുട്ടികളെ പറ്റിക്കാൻ എന്തെല്ലോ ആക്കി കുട്ടികളെ പറ്റിക്കാൻ വെച്ചിട്ടുണ്ട് കേക്കൊക്കെ ഒറിജിനൽ പോലെ കേക്ക് ഇതാ. പിന്നെ ഒരു സാധനം കണ്ടേ ഇതാ പഴയ നമ്മളെ ഫോണ് പണ്ടത്തെ ഇത് ഒറിജിനൽ അല്ല അല്ലടാ പഴയ ഒറിജിനൽ അല്ല ഇതാക്കിയതാട്ടെ ഇതിനായിട്ട് ഫോണ്. പിന്നെ ഇങ്ങനെ പക്ഷീൻ്റെ കൂട് പോലത്തത് പിന്നെ ഓരോ അക്ഷരത്തിൻ്റെ ഇത് വണ്ണെന്നില്ലേ തോന്നുന്നു ശ്രുതി സ്റ്റുഡിയോയിലുള്ളിയാണ്. ഇവനെ ഇപ്പൊ വിളിച്ചെടുത്ത് വരുത്താനെങ്കിൽ കുറച്ച് പണിയുണ്ട് കേട്ടോ. ഇപ്പൊ എന്തെല്ലോ കണ്ണക്ക് കാണുന്നുണ്ട് കളർഫുൾ ആയിട്ട്. അങ്ങോട്ടെല്ലാം ഓടുവന്നെ എങ്ങോട്ടെല്ലാം ഓടുവന്നെ പിടിച്ചാ കിട്ടുന്നില്ല. ഋഷുട്ടാ ഇങ്ങ് വാടാ. സ്റ്റുഡിയോയിലായതുകൊണ്ടില്ലേ നിൽക്കേണ്ട ഇതും കാര്യങ്ങളും അതുപോലെ തന്നെ സ്ഥലമെല്ലാം അങ്ങനെ തന്നെ ഉള്ളതുകൊണ്ട് കുട്ടീനെ കളക്കാം. വീടിന്റെ അകം പോലെ തന്നെ നമ്മൾ പുറത്തുനിന്നെങ്കിലേ ആ കല്ലിന്റെ എല്ലാം തോടിന്റെ അടുക്കുന്നെല്ലാം കണ്ടില്ലേ ഇവിടെ നിർത്തിക്കാൻ പറ്റില്ല. വിളിച്ചോ വയലും കൊണ്ടുപോയി ഒരാള് എത്തിക്കാൻ കൊടുത്തടാ. ഓ വാരണായിരത്തിലെ സൂര്യ അടിപൊളി. മോളുണ്ട് ഇതാ ഡോഗെല്ലാം നോക്ക്. മുയല് അത് ഇപ്പൊ എനിക്ക് കറക്റ്റ് അറിയില്ല. അത് എലിയല്ലേ മുയല് ഇരുത്തണ്ടേ? ഫോട്ടോഷൂട്ട് എടുത്തന്നെ ഇല്ല എന്റെ കഥ കഴിഞ്ഞു. വച്ചിട്ടിട്ട് അവന് നോക്കുന്നില്ല. വീട്ടിലാകുമ്പോ നോക്ക് ഇവിടെ എന്തെങ്കിലും കളർഫുൾ ആയിട്ട് കാണുന്നോണ്ട് അതിലേക്കാ ശ്രദ്ധ പോയി. ഇവരെ വൈഫാട്ടാ. അതെ ഇവരെ വൈഫാണ്. വാവേ ഇതല്ലേ ഒരു ഏച്ചി ഏച്ചി ഏട്ടനാ. ഓ ഇവ ഫോട്ടോ എടുക്കാൻ വന്നിട്ടാ. രണ്ടാളും ഒരേ കുപ്പായ. അപ്പൊ അങ്ങനെ ആദ്യത്തെ ഡ്രസ്സിൽ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത് നമ്മള് ഇനിയിപ്പോ ഡ്രസ്സ് മാറ്റുന്ന പറയുന്നത്. പുതിയ കുപ്പാച്ചിയിൽ വന്നിട്ടുണ്ട്. അതിപ്പം പുതിയ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് സ്റ്റുഡിയോ ഇല്ലെങ്കിൽ ഈ സ്റ്റുഡിയോ വന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. അങ്ങനെയുള്ള പർപ്പസ് എല്ലാ പ്രോപ്പർട്ടി ബേബി ഷൂട്ടിന് പറ്റിയ എല്ലാ പ്രോപ്പർട്ടി വേടിയുണ്ട്. പുറത്തേക്ക് റെന്റിന് കൊടുക്കല്ലേ? ഇതിപ്പോ റെന്റിന് കൊടുക്കല്ലേ? അങ്ങനെ കുറേ പ്രോപ്പർട്ടി ഐറ്റംസ് എല്ലാം ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ബർത്ത്ഡേ അല്ലെ ഇങ്ങനത്തെ കുട്ടികളെ ഫോട്ടോഷൂട്ടോ അങ്ങനത്തെ എല്ലാം എന്താ വെച്ചിട്ട് വിളിക്കാം. ഇൻസ്റ്റാഗ്രാം വഴി ഡ്രീം ക്യാപ്ചർ ടോപ്പ് സ്റ്റുഡിയോ ഡ്രീം ക്യാപ്ചർ പെർലശ്ശേരി. ഉജ്ജലിന്റെ ഹെവൻ വെഡിങ് കമ്പനി. നമ്മളിത് ശരിക്കും പറഞ്ഞാൽ ഓളെ സീമന്തത്തിന്റെ സമയത്ത് ചെയ്തിട്ടുണ്ട്. ഉജ്ജലിനെ ചെയ്തത്. ഇപ്പം കല്യാണത്തിന്റെ വെഡിങ് അനുസരിക്കും ഉജ്ജലിനെ ചെയ്തത്. അടിപൊളി. നമ്മളെ സ്ഥിരം ഇപ്പം ഉജ്ജലിന്റെ പേര് അധികം ഉണ്ടായില്ലേ? അടിപൊളി. ബെസ്റ്റ് ഫ്രണ്ട് ആണ്. പെർലശ്ശേരി അമ്പലത്തിൽ നമ്മൾ കുറേ വട്ടം വരുന്നുണ്ട്. ഇവന്റെ സ്റ്റുഡിയോയിൽ ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോട്ടോ. നമ്മൾ കമന്റ് ബോക്സിൽ നമ്പർ കാര്യങ്ങൾ കൊടുക്കാം. അടിപൊളി സ്റ്റുഡിയോ ആണ്. നമ്മൾ ഇരുവേരി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വന്നിട്ടാണ് ഉള്ളത്. ഇവിടുന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. തൊട്ടിപ്പുറത്ത് തന്നെ ഇവരെടുത്ത് ഫോട്ടോ എടുക്കുന്നേ പോലും. കുറേ സ്റ്റെപ്പ് ഉണ്ട്. ഇല്ലമ്മേ ഇതാ ഇവിടെ വരെ ഉള്ളൂ. ഇവിടെ അമ്മ ഇടുന്നോ പണിയിടുന്നോ? ബാ മേലാ ബ്രോ ഏതാ കാവ്? ഇരുവരിക്കാവ്. ആ മേല അല്ലേ? അങ്ങ് കുറേ ഉണ്ടല്ലേ. അടച്ചിട്ടാ ഉള്ളത് ഈ സമയത്ത്? അടച്ചിട്ടാ ഉള്ളേ? ആ ഉത്സവ നല്ല ആംബിയൻസ് ആണേ അല്ലേ? നിങ്ങൾ ഇവിടെ എടുക്കുന്ന തന്നെയാ? ആ ഹെവൻ വെഡിങ് കമ്പനി. ഇതാണ് നമ്മളെ ഉജ്ജ്വലിന്റെ കമ്പനി കേട്ടോ. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഉജ്ജ്വലിനെയും കിട്ടും. അതുപോലെ തന്നെ വെഡിങ് എന്തെല്ലാം ഇതിന്റെ ഇത് പറഞ്ഞാൽ ബർത്ത്ഡേ ഉണ്ട്, കുട്ടിന്റെ പേര് വിളിച്ച് ചടങ്ങുണ്ട്, പിന്നെ റിസപ്ഷൻ സ്റ്റേജ് വർക്കെല്ലാം ചെയ്യല്ലേ നമ്മളെ എല്ലാ പരിപാടിയും ചെയ്യാറുണ്ട്. നമ്മളത് ഇങ്ങനെ കുറച്ച് ദൂരത്തുള്ള ഒരു ടീമായി ഇപ്പോൾ ചെയ്യുന്നത്. എന്തായാലും നെക്സ്റ്റ് ടൈം എന്തായാലും മീറ്റ് ചെയ്യാം. നമുക്ക് അമ്പലത്തിന്റെ അടുത്തേക്ക് പോവാ. കുട്ടി വെള്ളം കുടിക്കട്ടെ. നമ്മളങ്ങനെ തിരിച്ച് അമ്പലത്തിനടുക്ക് എത്തി. ആ മണിക്ക അത് ശീലമില്ലല്ലോടാ. അമ്പലത്തിൽ പോകാനാണ്. എന്താ പെർലശ്ശേരി അമ്പലത്തിന്റെ കുളാണ്. മീനിന്റെ നടന്നു ഞാൻ ചോദിച്ചിട്ടില്ല.
അമ്മ എടുത്താ അമ്മ എടുക്കാം മക്കളെ കുറേ ഇറങ്ങാണ്ട് എൻ്റെ മോനെ ഇക്കിളിയല്ലേ എൻ്റെ മോനെ ഇതൊക്കെ കടിക്കണമല്ല കടിക്കുന്ന തന്നെ കടി അത് ഇതിലോ കളർ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല തോന്നുന്നുണ്ട് വലിയ വളാട്ടാ സ്റ്റെപ്പ് മേലേക്ക് അമ്മ മുകളിൽ ഇരിക്കുന്നുണ്ട് നല്ല രസമായിരിക്കും വലിയ മീനാണ് ഇങ്ങനത്തെ കണ്ടിട്ടില്ല അപ്പൊ അങ്ങനെ നമ്മളെ കുളത്തിൽ പോയി കായലെല്ലാം കഴുകിയിട്ട് അമ്പലത്തിലേക്ക് പോക്കാന്ന്. പണ്ട് ഞാൻ ഋത്തിക്കിന് 5-ാം മാസം ഉണ്ടാകുമ്പോൾ ഈ അമ്പലത്തിൽ വന്ന ഓർമ്മയുണ്ട്. ഇജോട്ട ചങ്ങായി അതിനുശേഷം വന്ന് നമ്മള് വന്നിന്. പക്ഷെ അതാണെനിക്ക് ഓർമ്മ ഭയങ്കര. ഇത്രേ ഉള്ളൂ ആളെന്താണല്ലോ ഇപ്പൊ അമ്മ കൈ പിടിക്കാം മെല്ലെ മെല്ലെ കയറിക്കോമേ. ചെറിയ 3-4 സ്റ്റെപ്പ് നല്ല പിടിക്കാം. ഇതേ ഉള്ളൂ ഒരു 5-10 സ്റ്റെപ്പ് ഉണ്ടാകുമോ. മെല്ലെ മെല്ലെ കയറിക്കോ. അപ്പൊ അമ്മക്ക് അങ്ങനെ അധികം സ്റ്റെപ്പൊന്നും കയറിക്കൂടാ, കുന്ന് കയറിക്കൂടാ, അങ്ങനത്തെ ബുദ്ധിമുട്ട്. ഈടെ അമ്പലത്തിൽ വലിയ പരിപാടിക്കെല്ലാം ഈടെ സ്റ്റേജിൽ പാട്ട് ഇതെല്ലാം ഉണ്ടാവില്ലേ? അപ്പൊ നമുക്കവിടുന്ന് പായസം കിട്ടീനി. അവൾക്ക് പായസം കൊടുക്കലാന്ന് ഇഷ്ടപ്പെട്ടിന്. അപ്പോൾ കേരളത്തിന്റെ ഫോട്ടോ സ്പോട്ടിൽ തന്നെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഉജ്ജ്വലം. അപ്പൊ മാമൻ പേരെന്തേലും ലിയാൻ അഗസ്ത്യ. അപ്പൊ വരുന്നവർക്ക് ഇതുപോലെ തന്നെ സ്പോട്ടിൽ ചേരുന്നത്. അപ്പൊ തന്നെ ഫോട്ടോ ആക്കി തരും കേട്ടോ. ഇതണ്ട ഡ്രീം ക്യാച്ചർ 3 പ്രിന്റ്. എന്താ ഇതാണ് കേട്ടോ ഇവരെ കട. എല്ലാ സംഭവവും സ്പോട്ടിൽ തന്നെ ഫോട്ടോ ആക്കി അപ്പം തന്നെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഫോട്ടോ കൊണ്ടുപോവുകയും ചെയ്യുന്നു. താങ്ക് യു ബ്രോ, താങ്ക് യു. ഉജ്ജലോണ്ട് പിന്നെ താങ്ക് യു ഒന്നുമില്ല. ആ എങ്ങനെയാ ഫുൾ A to Z കാര്യങ്ങൾ. അപ്പൊ നമ്മള് ഇവിടെ പല്ലിശ്ശേരി വന്ന് ഫോട്ടോഷൂട്ടും പരിപാടിയെല്ലാം കഴിഞ്ഞു. നമ്മള് അമ്പലത്തിലെല്ലാം പോയി. ഇനിയിപ്പോ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. ഉജ്ജൽ താങ്ക് യു ബ്രോ, താങ്ക് യു. നമ്മൾ തിരിച്ചെത്തി നാട്ടിലെത്തിയ ഉടനെ നമ്മളെ സുഹൃത്തായ ജിമ്മിന്റെ മോളെ പിറന്നാളിന് പോയി. ജിമ്മേ അപ്പൊ നമ്മളങ്ങനെ മറ്റൊരു ബർത്ത്ഡേക്ക് വന്നിട്ടുള്ളത്. 3 ദിവസത്തിന് മൂത്തത്. ആ 3 ദിവസത്തിന് മൂത്തല്ലേ. എന്തെല്ലാം വിശേഷം? ജിമ്മ എന്നാലും നമ്മൾ ഇറങ്ങട്ടെ കേട്ടോ. കാണാം അടുത്ത ദിവസം തന്നെ ആൻറ്റിയാ. പുതിയ സ്റ്റേഷൻ